ഇന്ത്യൻ ഫുട്ബോളിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് അതിന്റെ തലപ്പത്തിരിക്കുന്ന കിഴങ്ങേശ്വരന്മാരെ കാണിക്കുന്ന മണ്ടത്തരം മൂലം എല്ലാ സ്റ്റെപ്പുകളും 2 സ്റ്റെപ്പ് ബാക്ക്ലാഷ് ആവാനാണ് സാധ്യത. അത് നമ്മൾ ഒരുപാട് തവണ കണ്ടതാണ്. ഇപ്പം അടുത്ത മണ്ടത്തരം കൊണ്ടുവന്നിരിക്കുകയാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ഇനിയിപ്പോ അങ്ങനെയല്ലല്ലോ, ഭാരത് ഫുട്ബോൾ ഫെഡറേഷൻ. അപ്പം അവിടുത്തെ ആദ്യത്തെ തീരുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 90 മിനിറ്റും ഒരു ഇന്ത്യൻ സ്ട്രൈക്കറെ കളിപ്പിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ തീരുമാനം. അപ്പം അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണെന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നും. ഇന്ത്യയിലെ സ്ട്രൈക്കർമാർ വളർന്നു വരാൻ വളരെ നല്ലൊരു തീരുമാനമല്ലേ അതെന്ന് തോന്നിയാൽ പോലും അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന വലിയൊരു അപകടം. ഓൾറെഡി ഇന്ത്യൻ മാർക്കറ്റ് ഭയങ്കര ഇൻഫ്ലേറ്റഡ് ആണ്. ഇന്ത്യൻ താരങ്ങൾക്ക് അർഹിക്കുന്നതിനെക്കാട്ടി കൂടുതൽ പൈസ കിട്ടുന്നുണ്ട്. അപ്പം സ്ട്രൈക്കേഴ്സ് മാൻഡേറ്ററി ആയിട്ട് വേണം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സ്ട്രൈക്കേഴ്സിന്റെ പ്രൈസ് ഇനിയും ഉയരും. അത് ഇവിടെ ഒരു അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ ക്ലബ്ബുകൾ മുന്നോട്ട് വെച്ച ആവശ്യം 4 ഫോറിൻ പ്ലേയേഴ്സും പ്ലസ് ഒരു OCI പ്ലെയറും ആയിരുന്നു. പക്ഷേ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ഇപ്പോഴത്തെ തീരുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഫോറിൻ പ്ലേയേഴ്സും പ്ലസ് ഒരു OCI പ്ലെയറും ആണെന്നാണ്. ഇതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ഫോറിൻ പ്ലേയേഴ്സ് ആയിട്ട് കൺജസ്റ്റ് ചെയ്യപ്പെടും, പ്ലേയേഴ്സിന്റെ മിക്സബിലിറ്റി കുറയും, അപ്പം കോമ്പറ്റീറ്റീവ്നെസ് കുറയാനാണ് സാധ്യത. നേരെ മറിച്ച് നല്ലൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ടല്ലോ. ഈ OCI പ്ലേയേഴ്സിനെ ഡൊമസ്റ്റിക് പ്ലേയേഴ്സ് ആയിട്ട് ട്രാക്ക് ചെയ്യുന്ന പരിപാടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ മാർക്കറ്റ് ഒട്ടും ഇൻഫ്ലേറ്റഡ് ആവത്തില്ലായിരുന്നു. കാരണം ഇവരുടെ പൈസ കൂടുതൽ കൊടുക്കുന്ന പൈസയ്ക്ക് നല്ല OCI പ്ലേയേഴ്സിനെ കൊണ്ടുവരായിരുന്നു. ഈ OCI പ്ലേയേഴ്സ് കുറെ കാലം ഇവിടെ കണ്ടിന്യൂസ്ലി കളിച്ചു കഴിയുമ്പോൾ നമുക്ക് നാച്ചുറലൈസ് ചെയ്ത് നാഷണൽ ടീമിലേക്ക് എടുത്ത് കളിപ്പിക്കുകയും ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പം ഈ നടപടികൾ 90 മിനിറ്റും ഒരു ഇന്ത്യൻ സ്ട്രൈക്കർ ഉണ്ടായിരിക്കണം, 3 ഫോറിൻ പ്ലേയേഴ്സിന്റെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതൊക്കെ തിരിച്ചടിയാവാനും ഇന്ത്യൻ ഫുട്ബോളിന്റെ ക്വാളിറ്റി ഒന്നുകൂടെ ഡൗൺ ആവാനും ഒക്കെ സഹായിക്കുമെന്നൊരു സംശയമുണ്ട്. ഇവന്മാര് നന്നാവാൻ വേണ്ടി എടുത്ത നടപടികൾ തിരിച്ചടിയാവോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പങ്കുവച്ചേക്ക് കമന്റ് ബോക്സിൽ.